നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴുള്ള നമ്മുടെ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. വലിയ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന, അവർക്ക് ആശ്വാസമേകുന്ന പല പ്രഖ്യാപനങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും രീതിയിൽ ആശാ വർക്കർമാരെ സംബന്ധിച്ച് അവർക്ക് 1000 രൂപ പ്രതിമാസം കൂടുകയാണ്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. അവരുടെ സമരമൊക്കെ കേരളത്തിൽ ഓർമ്മയുണ്ടാകും. ജീവനക്കാർക്കും വലിയ രീതിയിൽ കോൾ അടിച്ചിരിക്കുകയാണ്. കാരണം DA കുടിശ്ശിക മാർച്ചിൽ തീർക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. അംഗനവാടി ടീച്ചർമാർക്ക് 1000 രൂപ കൂടുന്നു. സാക്ഷരതാ പ്രേരകന് ശമ്പള വർധനയുണ്ട്. സർക്കാർ ജീവനക്കാർക്കാണ് ഏറ്റവും വലിയ ആശ്വാസം. DA കുടിശ്ശിക നൽകാൻ നടപടിയാകുന്നു. അതോടൊപ്പം തന്നെ ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ശ്രീമതി കൊച്ചുറാണി ജോസഫ്, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വർഷമാണെന്ന് നമ്മൾ പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ല. ഇപ്പൊ സർക്കാർ ജീവനക്കാർ, പെൻഷൻ പറ്റിയവർ, അവരെയൊക്കെ ചേർത്ത് പിടിക്കാവുന്ന പ്രഖ്യാപനങ്ങളുണ്ട്. അവർക്കൊക്കെ ആശ്വാസമാകുന്നു. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ജീവനക്കാരിയാണെങ്കിൽ ശരി, അവർക്ക് ആശ്വാസമേകുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ ആ കുടുംബത്തിന് മുഴുവൻ അത് ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കാമെന്നുള്ളൊരു രീതിയിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ ആകെ തുക നോക്കുമ്പോൾ അങ്ങനെ ഒരു വോട്ട് ബജറ്റായി മാറിയിട്ടുണ്ടോ? വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പം നമ്മളൊരു കുടുംബ സൗഹൃദ ബജറ്റ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? നമ്മൾ ഈ അംഗനവാടി അവരുടെ കാര്യം പറഞ്ഞു, 1000 രൂപ കൂടുന്നു. നമ്മൾ പല തട്ടുകളെ നോക്കണേ. മധ്യവർഗ ആൾക്കാർക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ ഇതൊന്നും തോന്നത്തില്ല. അപ്പോൾ 1000 രൂപ കിട്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? പക്ഷേ ഒരു അംഗനവാടി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അംഗനവാടിയിൽ സേവനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. പല തട്ടുകളിലാണ് നമ്മൾ മനുഷ്യൻ്റെ വരവും ചെലവും എല്ലാം നോക്കേണ്ടത്. സേവിങ്ങും നിക്ഷേപവും എല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളായിട്ട് മുടങ്ങിക്കിടന്ന അവരുടെ DA കുടിശ്ശികകൾ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ഒരു കമ്മീഷൻ വെച്ചു, ശമ്പള കമ്മീഷൻ വെച്ചു എന്നത് തന്നെ അവർക്ക് ആശ്വാസകരമായൊരു കാര്യമാണ്. ഇപ്പോൾ ശമ്പള വർഗ്ഗക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ആശാവർഗ്ഗക്കാർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നാൽ IT ഹബ്ബുകൾ, നമ്മുടെ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, മറ്റേ സൈബർ പാർക്ക്, 3 പാർക്കിൻ്റെയും പേരെടുത്ത് പറഞ്ഞാണ് ചേർത്ത് പിടിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, IT മേഖലയിലും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു ബജറ്റാക്കി ഇതിനെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി അത് നടപ്പിലായാൽ വളരെ നല്ല കാര്യമാണ്. നടപ്പിലാകുന്നത് എപ്രകാരമായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് നമ്മൾ എടുത്ത് പറയേണ്ട ചില പ്രഖ്യാപനങ്ങളുണ്ട്. അത് പറഞ്ഞു തന്നെ പോകണം. പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായി കാണുന്നത് ലൈഫ് പദ്ധതിയാണ്. അതിനുവേണ്ടി 1498 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ, എയ്ഡ്സ് രോഗികൾക്കൊക്കെ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നു. 2000 രൂപയുടെ സഹായമാണ്. ഓട്ടോ തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ലഭ്യമാക്കുമെന്ന് ഉറപ്പുണ്ട്. 1 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ്, ഇതിനായി 15 കോടി രൂപ മാറ്റിവെക്കുകയാണ്. അങ്ങനെ പല തലത്തിൽ വേണമെങ്കിൽ സർവ്വതല സ്പർശിയായ ഒരു ബജറ്റ് എന്ന രീതിയിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതി, അതിനുവേണ്ടി 1000 കോടി രൂപ അധിക വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. ബിരുദതലം വരെ സൗജന്യ വിദ്യാഭ്യാസം, അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. അതായത് ഒരു തരത്തിലും നമ്മുടെ കേരളത്തിൽ ജനിക്കുന്ന ഒരാൾക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നേടാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തുകയാണ്. അതാണ് ആ തീരുമാനത്തിലൂടെ നമ്മൾ അങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്.